പകൽഗാമിൽ ഭീകര വെടിയേറ്റ് കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാമംഗലത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇതിപ്പോൾ ആ വീട്ടിൽ നിന്ന് ആൻമരിയ സണ്ണി കൂടി നമുക്ക് പറഞ്ഞു. ആൻമരിയ, മൃതദേഹം യഥാർത്ഥത്തിൽ വീട്ടിനടുത്തായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാടിൻ്റെ അന്ത്യാഞ്ജലി മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ മൃതദേഹം വഹിച്ചുകൊണ്ട് ആംബുലൻസ് ആ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നീരാഞ്ജനത്തിൻ്റെ പടിക്കെട്ടിനടുത്തേക്ക് ഈ ആംബുലൻസ് എത്തിക്കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അവിടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണോ പൊതുദർശനം? അവിടെ ആളുകളുടെ തിരക്കുണ്ടോ? തീർച്ചയായിട്ടും SKN വീട്ടിലേക്ക് എത്താറായിരിക്കുകയാണ്. ഇനി ഏകദേശം കുറച്ച് മീറ്ററുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അത് ഏകദേശം നീരാഞ്ജനം, അതായത് മങ്ങാട്ട് റോഡിലുള്ള രാമചന്ദ്രൻ്റെ നീരാഞ്ജനം വീട്ടിലേക്ക് ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ കളക്ടർ NSK ഉമേഷ് പോലെയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളും രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുമെല്ലാം ഈ ആംബുലൻസിൻ്റെ അകമ്പടിയോടുകൂടി തന്നെ ഈ മൃതദേഹത്തെ വഹിച്ചുകൊണ്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വഴിയിലൂടെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ് ഈ ആംബുലൻസ് വരുന്ന ഈ ഒരു വഴിയിലൂടെ ഏറെ സന്തോഷത്തോടുകൂടി തൻ്റെ കൊച്ചുമക്കൾക്കൊപ്പം പോയതാണ് രാമചന്ദ്രൻ. പക്ഷേ അതൊരു തീരാ നോവായി തിരിച്ചു വരുമെന്ന് ആരും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഒരു നാടിൻ്റെ മുഴുവൻ കണ്ണുനീരാണ് നമ്മൾ ഇന്ന് കണ്ടത്. എല്ലാ പ്രമുഖർ മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള ആളുകളും 7:30 മുതൽ 9:30 വരെയാണ് ആദ്യം പൊതുദർശനം പറഞ്ഞിരുന്നത്. പക്ഷേ ആ പൊതുദർശനം 10 മണി വരെ നീണ്ടുപോയി. കാരണം ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. SKN പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരു ഭാഗത്ത് മാത്രമാണ് ഈ പൊതുദർശനത്തിനായി എത്തുന്ന ആളുകൾക്ക് സജ്ജീകരിച്ചിരുന്ന വഴി. പക്ഷേ ആ ഒരു വഴി അത് ചങ്ങമ്പുഴ പാർക്കിൻ്റെ അപ്പുറം വരെ നീണ്ടു പോകുന്ന രീതിയിൽ വലിയൊരു നീണ്ട നിരയായിരുന്നു ഉണ്ടായിരുന്നത്. ആ നീണ്ട നിര തന്നെ ഇപ്പോൾ നമുക്ക് ഈ ആംബുലൻസിന് അകമ്പടിയായിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നാടിൻ്റെ മുഴുവൻ കണ്ണീരായി ഇപ്പോൾ രാമചന്ദ്രൻ മാറിയിരിക്കുകയാണ്. ഈ ഒരു കാഴ്ച തന്നെ ഈ രാമചന്ദ്രൻ ഈ കുടുംബത്തിൻ്റെ മാത്രമല്ല, ഈ നാടിൻ്റെ, ഈ കേരളക്കരയൊന്നാകെ അവരുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലെ ഒരു അംഗത്തെ പോലെ കണ്ടുകൊണ്ടാണ് ആളുകളെല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ നീരാഞ്ജനം വീടിൻ്റെ അടുത്തേക്ക് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമായിട്ടാണ് പൊതുദർശനം ഒരുക്കിയിരിക്കുന്നത്. ഏറെ അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഉള്ള ചടങ്ങുകളും പ്രത്യേകമായിട്ടുള്ള ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും നടക്കുക. അതിനുശേഷം ഒരു 11:30 അവിടെ നിന്ന് മൃതദേഹം എടപ്പള്ളി പൊതുശ്മശാനത്തിലേക്ക് മാറ്റും. പിന്നീടായിരിക്കും സംസ്കാരം നടക്കുക. മന്ത്രി P. രാജീവ് ഉൾപ്പെടെ അങ്ങനെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അവിടെയും പൊതുശ്മശാനത്തിലും സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തേക്ക് എത്താറായിരിക്കുകയാണ്. രാമചന്ദ്രൻ്റെ നീരാഞ്ജനം വീടിൻ്റെ അരികിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആൾക്കൂട്ടം തന്നെ, അത് വാഹനങ്ങളിലേക്ക് നേരത്തെ പോവുകയല്ല, അവരും ഈ ആംബുലൻസിൻ്റെ അകമ്പടിയോടെ നടന്നുകൊണ്ട് ആ റോഡുകളിലൂടെ നടന്നുകൊണ്ട് നമ്മുടെ രാമചന്ദ്രൻ നൽകിക്കൊണ്ടിരിക്കുന്ന പകൽഗാമിൽ അക്രമികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം വസതിയായ ഇടപ്പള്ളിയിലെ മാമംഗലത്തെ നീരാഞ്ജനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ അയൽവാസികളും സുഹൃത്തുക്കളുമാണ് ഈ വാഹനത്തെ അനുഗമിക്കുന്നത്. ഈ വാഹനത്തിനുള്ളിൽ ചേതനയേറ്റ് കിടക്കുന്ന രാമചന്ദ്രൻ ഒരിക്കലും അവരുടെ ഏറ്റവും അടുത്ത അയൽവാസിയായിരുന്നു എന്ന സത്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവരുടെ ഈ നടപ്പ്. ഒരുപക്ഷെ ഇത്രയും കാലം താൻ ജീവിച്ച വീട്ടിൽ ചേതനയേറ്റ് കിടക്കുന്ന രാമചന്ദ്രൻ്റെ മൃതദേഹത്തിനരികിൽ ഇപ്പോഴും അദ്ദേഹത്തിന് ദുഃഖം താങ്ങാൻ കഴിയാത്ത അദ്ദേഹത്തിൻ്റെ കുടുംബം ഉണ്ടാകും, അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ഉണ്ടാകും. പകൽഗാമിൽ കൊല ചെയ്യപ്പെടുമ്പോൾ ലോഡ്ജ് മുറിയിൽ ഒന്നും അറിയാതെ ഇരുന്ന ഭാര്യ ഷീല, അതേസമയം എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്ന മകൾ ആരതി, ഒന്നും അറിയാതെ ഓടിക്കളിച്ച് നടന്ന പേരക്കുട്ടികൾ, ഇതൊക്കെയാണ് അരവിന്ദ് മേനോൻ. അദ്ദേഹത്തിൻ്റെ മകൻ അരവിന്ദ് മേനോൻ ദുബായിലായിരുന്നു. അരവിന്ദ് മേനോൻ പിന്നീടാണ് എത്തിയത്. എന്തായാലും ആരതി നൽകുന്ന പാഠം, പ്രതിസന്ധിയുടെ മുൻപുകളിൽ ആത്മധൈര്യം കൈവിടരുത് നമ്മളെന്നുള്ള പാഠം നമ്മളെ പിന്നെയും പഠിപ്പിക്കുകയാണ് ഈ ആരതി. ഈ രാമചന്ദ്രൻ എന്ന വലിയ മനുഷ്യൻ്റെ വിരഹത്തിന്, വേർപാടിന് ഈ നാട് വിട ചൊല്ലാൻ ഒരുങ്ങുന്ന വേളയാണിത്. അല്പസമയം കൂടി കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലെ ചിത തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ ഏറ്റുവാങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചേതനയേറ്റ ഈ ശരീരം ഇപ്പോൾ മാമംഗലത്തെ വസതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബന്ധുക്കൾക്ക് വേണ്ടി മാത്രമായിട്ടായിരിക്കും ഈ പൊതുദർശനം ഉണ്ടാവുക. കാരണം ആയിരക്കണക്കിന് ആളുകൾ ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം നടത്തി കഴിഞ്ഞു. അവരുടെ അന്ത്യാഞ്ജലി അവരർപ്പിച്ചു കഴിഞ്ഞു. ഓർമ്മയായ രാമചന്ദ്രനെ ഒരു നോക്ക് കാണാനെത്തുന്ന ബന്ധുക്കൾക്ക് വേണ്ടി മാത്രമായി അദ്ദേഹത്തിൻ്റെ മാമംഗലത്തെ വീട്ടിൽ പൊതുദർശനം ഒരുക്കും. ആൻമരിയ സണ്ണി വീണ്ടും ചേരുകയാണ്. ആൻമരിയ,
ഈ വീട് ആൻമരി നിൽക്കുന്നിടത്ത് നോക്കിയാൽ കാണാൻ കഴിയുമോ? അവിടെ ജനങ്ങൾ ഒഴുകിയെത്തുന്നുണ്ടോ? പൊതുജനങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കാനാണ് ബന്ധുക്കൾക്ക് താല്പര്യം. അവർക്ക് സ്വച്ഛമായി സമാധാനമായി തൻ്റെ പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണാനുള്ള അവസരം കിട്ടാൻ വേണ്ടി മാത്രമാണ്, ബന്ധുക്കൾക്ക് വേണ്ടി മാത്രമായി പൊതുദർശനം ചുരുക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? SKN ഇനി ഏകദേശം ഒരു 200 മീറ്റർ അടുത്തും കൂടെയുണ്ട് രാമചന്ദ്രൻ്റെ നീരാഞ്ജനം വീട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. അവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയുന്നത്, ഇതിനു മുൻപ് നമ്മൾ അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മൾ ആ വീട്ടിൽ എത്തിയിരുന്നു. അപ്പോഴും നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അത് വീട്ടുകാർക്ക് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന പൊതുദർശനം, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാമചന്ദ്രന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പൊതുദർശനം എന്നതിനേക്കാൾ ഉപരി ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ഒഴുകിയെത്തുന്ന നൂറുകണക്കിനായിട്ടുള്ള ആളുകളെ നമുക്ക് ആ വീട്ടിലേക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആംബുലൻസ്, രാമചന്ദ്രനെ വഹിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആംബുലൻസ് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഇരുഭാഗങ്ങളിലുമായിട്ടും ആളുകൾ രാമചന്ദ്രനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട്, അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുവശങ്ങളിലുമായിട്ട് തിങ്ങി നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. SKN ഇത് ഒരു നാടിൻ്റെ ഒരിക്കലും ഒന്നിനെയും ഞങ്ങൾക്ക് തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല, ഇതിന് മാപ്പില്ല, ഇതിനെതിരെ ഞങ്ങൾ പോരാടും എന്ന് അവർ ഉറക്കെ പറയുന്നതിൻ്റെ ശബ്ദം കൂടിയാണ്. അതൊരു സമാധാനപരമായിട്ട് രാമചന്ദ്രന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് അവർ കാണിക്കുന്ന. ഇപ്പോൾ അത് രാമചന്ദ്രൻ്റെ മൃതദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അടുത്ത് കൊണ്ടിരിക്കുകയാണ്. ഇനി അല്പസമയം അവിടെ പൊതുദർശനം ഉണ്ടാകും. 12 മണിക്ക് തന്നെ സംസ്കാരം നടക്കും. കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം ദിലീപ് കുമാർ കൂടി ചേരുന്നു. ദിലീപ്, ഒരുപക്ഷെ ഒരു നാടിൻ്റെ മുഴുവൻ കണ്ണീരോർമ്മയായി രാമചന്ദ്രൻ മാറിക്കഴിഞ്ഞു. ആയിരക്കണക്കിന് ജനമനസ്സുകളിൽ ജീവിക്കുന്ന വ്യക്തിയായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് പ്രണാമർപ്പിച്ച് ആയിരങ്ങൾ ഒഴുകിയെത്തി. ഇനി അദ്ദേഹത്തിന് കുറച്ച് സമയം കൂടി മാത്രമേ ഈ ചേതനയേറ്റ ശരീരം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഈ ഭൂമണ്ഡലത്തിലുണ്ടാകൂ. അത് കഴിഞ്ഞാൽ ചിതയിൽ എരിഞ്ഞു തീരുമ്പോൾ ഒരു നാടിൻ്റെ ഏറ്റവും വലിയ തീവ്രവാദ ഇരയായി മാറിയ ഒരു മനുഷ്യൻ്റെ വിയോഗത്തിന് ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുക തന്നെ ചെയ്യും. SKN ഇപ്പോൾ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രൻ്റെ മൃതദേഹവുമായി വാഹനം അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക്, അദ്ദേഹം ഈ കശ്മീരിലേക്ക് പുറപ്പെട്ട ആ വീട്ടിലേക്ക് തന്നെ ചേതനയേറ്റ നിലയിൽ മൃതദേഹം എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ വസതിയായ നീരാഞ്ജനത്തിലേക്ക്, മങ്ങാട്ട് റോഡിലെ നീരാഞ്ജനത്തിലേക്ക് എത്തുകയാണ്. രാവിലെ 7 മണി മുതൽ ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിന് വെച്ചിരുന്ന മൃതദേഹമാണ് ആയിരങ്ങൾ ക്യൂ നിന്ന് ആദരാഞ്ജലി അർപ്പിച്ചതിനു ശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ കുടുംബാംഗങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി അല്പസമയം വയ്ക്കും. അതിനുശേഷമായിരിക്കും 12 മണിയോടുകൂടി കൊച്ചി ഇടപ്പള്ളിയിലെ ശ്മശാനത്തിൽ ഈ മൃതദേഹം സംസ്കരിക്കുക. നേരത്തെ മൃതദേഹത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, മന്ത്രി P രാജീവ്, കൊച്ചി മേയർ M അനിൽകുമാർ, എറണാകുളം കളക്ടർ NSK ഉമേഷ്, നടൻ ജയസൂര്യ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിരുന്നു. കേന്ദ്രമന്ത്രിമാരും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇതിനുശേഷമായിരിക്കും ശാന്തി കവാടം ശ്മശാനത്തിൽ സംസ്കരിക്കുക. അതിനുശേഷം 12:30 ചങ്ങമ്പുഴ പാർക്കിൽ അനുശോചന യോഗവും ചേരുന്നുണ്ട്. ഇന്നലെയും നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ വീട്ടിലെത്തി ദുഃഖം രേഖപ്പെടുത്തുന്നതിനുമൊക്കെയായി എത്തിയിരുന്നത്. സംസ്ഥാന മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവരൊക്കെ ഇന്നലെ എത്തിയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക്, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു. ആ പൊതുപ്രവർത്തനം നടത്തിയ ആ വഴിയിലൂടെ ഇപ്പോൾ ചേതനയേറ്റ N രാമചന്ദ്രൻ്റെ മൃതദേഹം എത്തുകയാണ്. ഇവിടെ കുടുംബാംഗങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചതിനു ശേഷമായിരിക്കും പിന്നീട് ഇടപ്പള്ളിയിലെ ശാന്തി കവാടം ശ്മശാനത്തിലേക്ക് മൃതദേഹം സംസ്കരിക്കാനായി കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ മകൾ, കൊച്ചുമക്കൾ, ഭാര്യ ഇവർക്കൊപ്പമായിരുന്നു രാമചന്ദ്രൻ കശ്മീരിലേക്ക് പോയത്. അവിടെ ഭീകരരുടെ വെടിയേറ്റ് അദ്ദേഹം മരിച്ചു. ആ നടുക്കത്തിൽ നിന്ന് ഇതുവരെ കുടുംബം മോചിതമായിട്ടില്ല. ഇന്നലെ നമ്മളെല്ലാം കണ്ടതാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന മകൾ ആരതിയെ. ഈ ഇത്ര കടുത്ത വേദനയിലും ദുഃഖത്തിലും നഷ്ടത്തിലുമൊക്കെ ആ ദുഃഖവും നഷ്ടവും അതേൽപ്പിച്ച ആഘാതവുമൊക്കെ, അത് മാത്രമല്ല സ്വന്തം കൺമുന്നിൽ ഈ സ്വന്തം പിതാവ് പിടഞ്ഞു വീണ് മരിക്കുന്നതിനൊക്കെ സാക്ഷിയായ മകൾ ആരതി ഇന്നലെ നിശ്ചയദാർഢ്യത്തോടുകൂടി ആ വേദനയെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് ഈ സംഭവത്തെക്കുറിച്ച് വിവരിച്ചത്. അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾ നൽകിയ, സാധാരണക്കാരായ ചിലർ നൽകിയ സഹായത്തെക്കുറിച്ച്, ടാക്സി ഡ്രൈവർ നൽകിയ സഹായത്തെക്കുറിച്ചൊക്കെ ഇന്നലെ മകൾ വിവരിച്ചതാണ്. ഇപ്പോൾ
മൃതദേഹം എൻ രാമചന്ദ്രൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വസതിയായ നീരാഞ്ജനത്തിലേക്ക് എത്തുകയാണ്. ഈ വഴിയിലൂടെ ഈ മനുഷ്യൻ എത്രയോ തവണ നാട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് അതോടൊപ്പം തന്നെ മറ്റ് പൊതുപ്രവർത്തനങ്ങൾക്കൊക്കെയായി നടന്നിറങ്ങിയ വഴികളാണ്, നടന്നുപോയ വഴികളാണ്. ഈ വഴികളിലൂടെ എത്രയോ തവണ അദ്ദേഹം പോയിരിക്കുന്നു. ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പഹൽഗാമിലേക്ക് പോകുന്നതിനായി ദുബായിൽ നിന്നെത്തിയ കൊച്ചുമക്കൾ, ഇരട്ടകളായ കൊച്ചുമക്കൾ എന്നിവരെയും കൂട്ടി ഭാര്യ ഷീലയുമായി അദ്ദേഹം ഈ പഹൽഗാമിലേക്ക് പോയത്. അതൊരു വെക്കേഷൻ യാത്ര, അതോടൊപ്പം തന്നെ ഒരു ഉല്ലാസയാത്ര എന്ന നിലയിൽ, ഈ കുടുംബത്തിൻ്റെ ഉല്ലാസയാത്ര എന്ന നിലയിൽ പോയി. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ ഭീകരാക്രമണം എന്ന് പറയാം. ആ ഭീകരാക്രമണത്തിലാണ് എൻ രാമചന്ദ്രൻ കൊല്ലപ്പെട്ടത്. മകളുടെ കൺമുന്നിൽ അദ്ദേഹം പിടഞ്ഞു വീണു. ഭീകരരുടെ തോക്കിനിരയായി. അദ്ദേഹത്തിൻ്റെ മൃതദേഹം, എൻ രാമചന്ദ്രൻ്റെ മൃതദേഹം, അദ്ദേഹം ചിന്തിയ രക്തം അത് പാഴാകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം കഴിഞ്ഞ ദിവസം പരസ്യമായി പ്രഖ്യാപിച്ചതിനും നമ്മൾ സാക്ഷിയായതാണ്. ഇന്ത്യ ഈ ഭീകരവാദത്തിന് ചുട്ട മറുപടി നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ നിലയിലുള്ള തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഭീകരവാദത്തിന് ഈ മണ്ണിൽ സ്ഥാനമില്ല. ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവരെ അപ്പാടെ അവരുടെ വേരറുക്കും എന്ന കാര്യവും നേരത്തെ മുതൽ തന്നെ കേന്ദ്രം ആവർത്തിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം ബീഹാറിലെ മധുബനിയിൽ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇദ്ദേഹം അവിടെ പഹൽഗാം താഴ്വരയിൽ ചിന്തിയ രക്തത്തിന് ഏതായാലും രാജ്യം അതിന് തിരിച്ചടി നൽകും എന്ന കാര്യത്തിലും സംശയമില്ല. ഇപ്പോൾ എൻ രാമചന്ദ്രൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വസതിയായ കൊച്ചി നീരാഞ്ജനത്തിലേക്ക്, ഇടപ്പള്ളി നീരാഞ്ജനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹനം. അതിനെ പിന്തുടർന്ന് നിരവധി പേരുണ്ട്. നിരവധി ആളുകൾ, നേരത്തെ ആയിരക്കണക്കിന് ആളുകളാണ് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തിയിരുന്നത്. ഒട്ടേറെ പ്രമുഖർ എത്തിയിരുന്നു. കേരള, ഗോവ ഗവർണർമാരെത്തിയിരുന്നു. സംസ്ഥാന മന്ത്രി പി രാജീവ് എത്തിയിരുന്നു. അങ്ങനെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിക്കാൻ അദ്ദേഹത്തിന് എത്തിയിരുന്നു. വലിയ നീണ്ട നിരയാണ് അവിടെ ആദരാഞ്ജലി അർപ്പിക്കാനായി ജനങ്ങളുടെ നീണ്ട നിരയുണ്ടായിരുന്നു. ഇപ്പോൾ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ കുടുംബാംഗങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് ആയാണ് ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുശേഷം 12 മണിക്ക് ഇടപ്പള്ളി ശാന്തി കവാടത്തിലാണ് മൃതദേഹം സംസ്കരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, സംസ്ഥാന മന്ത്രി പി രാജീവ്, എറണാകുളം കളക്ടർ അടക്കമുള്ളവർ ഈ മൃതദേഹത്തിനൊപ്പം കാൽനടയായി ചങ്ങമ്പുഴ പാർക്കിൽ നിന്നും ഈ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ ജനസഞ്ചയവും ഇതിനൊപ്പമുണ്ട്. ഇവിടെ കുടുംബാംഗങ്ങൾക്ക് കാണാൻ അവസരമുണ്ടാക്കിയതിനു ശേഷം മൃതദേഹം ഇടപ്പള്ളി ശാന്തി കവാടത്തിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് സംസ്കാരം. അതിനുശേഷം 12:30 അനുശോചന യോഗവും ചേരുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ പ്രദേശത്താകെ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു എൻ രാമചന്ദ്രൻ. അദ്ദേഹം നേരത്തെ തന്നെ ജില്ലാ കൗൺസിലിലേക്ക് 91-ൽ മത്സരിച്ച ആളുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുമായൊക്കെ വളരെ അടുത്ത ബന്ധമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ജില്ലാ കൗൺസിൽ മത്സരിച്ചതിന് ശേഷമാണ് പിന്നീട് അദ്ദേഹം ഗൾഫിലേക്ക് പോയത്, തൊഴിൽ തേടി പോയത്. അതിനുശേഷം തിരികെ വന്നും അദ്ദേഹം പൊതുപ്രവർത്തനത്തിൽ സജീവമായിരുന്നു. എല്ലാ ജനങ്ങളുമായും, ആ പ്രദേശത്തെ എല്ലാ ജനങ്ങളുമായും നിരന്തരം ബന്ധപ്പെടുന്ന, എല്ലാവർക്കും പരിചിതനായ, എല്ലാവരെയും അറിയാവുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു എൻ രാമചന്ദ്രൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം ഈ നാടിന് താങ്ങാൻ കഴിയുന്നതല്ല. പൊതുപ്രവർത്തന രംഗത്തൊക്കെ വളരെ സജീവമായി നിന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ മൃതശരീരമാണ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.